ഹായ് ഓൾ, വെൽക്കം ടു മൈ മെന്റർ PSC ആപ്പ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദേശീയ ഗാനത്തെക്കുറിച്ചാണ്. ആദ്യം നമ്മൾ പഠിക്കുന്നത് ദേശീയ ഗാനത്തെക്കുറിച്ചാണ്. പിന്നീട് നമ്മൾ പ്രധാനപ്പെട്ട ദേശീയ ചിഹ്നങ്ങളെക്കുറിച്ചും പഠിക്കും. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനം എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക്. അപ്പോൾ ദേശീയ ഗാനം ഏതാണ്? നമ്മുടെ ദേശീയ ഗാനം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്? ജനഗണമനയാണ് അല്ലേ? നമുക്ക് സ്കൂളിലെ നമ്മൾ പഠിക്കുന്നതാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമനയാണ്. ദേശീയ ഗാനമായി ജനഗണമനയെ ഭരണഘടന അംഗീകരിച്ചതെന്ന് നമ്മൾ പ്രധാനമായി അറിയേണ്ട ഡേറ്റുകളിൽ ഒന്നാണ്. ദേശീയ ഗാനം എന്നാണ് ഭരണഘടന അംഗീകരിച്ചത്? ദേശീയ ഗീതം നമ്മളെ എന്നാണ് ഭരണഘടന അംഗീകരിച്ചത്? പതാക എന്നാണ് അംഗീകരിച്ചത്? ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദേശീയ ചിഹ്നങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായ ഡേറ്റുകൾ പഠിക്കണം. അപ്പോൾ ദേശീയ ഗാനമായി ജനഗണമനയെ അംഗീകരിച്ച, ഭരണഘടന അംഗീകരിച്ച ദിവസം അല്ലെങ്കിൽ വർഷം എന്ന് പറയുന്നത് 1950 ജനുവരി മാസം 24-ാം തീയതി എന്നാണ്. 1950 ജനുവരി മാസം 24-ാം തീയതി ജനഗണമന എന്ത് ചെയ്തു? അംഗീകരിച്ചു. ദേശീയ ഗാനമായി അംഗീകരിക്കുന്നു. ആ ദേശീയ ഗാനം, ഇന്ത്യയുടെ ദേശീയ ഗാനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ആരാണ് രചിച്ചത്? ആരാണ് രചിച്ചത്? ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ടാഗോറിന്റെ രചനയാണ് ഏതെന്ന് പറയുന്നത്? ജനഗണമന എന്ന് പറയുന്നത്. അപ്പോൾ ടാഗോർ ഈ പറയുന്ന ഗാനം രചിച്ചു. അങ്ങനെ രചിച്ച ആ ഒരു ഗാനത്തിന് സംഗീതം നൽകണമല്ലോ അല്ലെ? നമ്മളിപ്പോൾ ഇന്ന് പാടുന്ന അതേ ട്യൂണിൽ പാടണമെങ്കിൽ ഒരു വ്യക്തി സംഗീതം ചെയ്തിരിക്കണം. അപ്പോ ശങ്കരാഭരണം എന്ന് പറയുന്ന രാഗത്തിൽ, ഏതാണ്? ശങ്കരാഭരണം രാഗത്തിൽ ഈ പറയുന്ന ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. അതിന് സംഗീതം നൽകിയ വ്യക്തി ആരാണ്? ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ്. ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ്. പ്രധാനപ്പെട്ട 4 പോയിന്റുകളാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷവും ദിവസവും 1950 ജനുവരി മാസം 24-ാം തീയതി. അതാരാണ് രചിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. ടാഗോർ രചിച്ചു. ഏത് രാഗത്തിലാണ് സംഗീതം ചെയ്തിരിക്കുന്നത്? ശങ്കരാഭരണം എന്ന് പറയുന്ന രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഗാനം. അതിന് സംഗീതം നൽകിയിരിക്കുന്ന വ്യക്തിയുടെ പേര് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ്? ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ്. അപ്പോൾ 4 പോയിന്റുകളാണ് ആദ്യം നമ്മൾ ദേശീയ ഗാനത്തെക്കുറിച്ച് നോക്കിയത്. നമ്മുടെ ദേശീയ ഗാനം രചിച്ചിരിക്കുന്ന ഭാഷയാണ് ഇനി നോക്കുന്നത് അല്ലെ? ഏതു ഭാഷയിലാണ് ദേശീയ ഗാനം രചിച്ചത് എന്ന് ചോദിച്ചാൽ ബംഗാളി ഭാഷയിലാണ്. ബംഗാളി ലാംഗ്വേജിലാണ് നമ്മുടെ ദേശീയ ഗാനം എന്ത് ചെയ്തിട്ടുള്ളത്? രചിച്ചിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? നമ്മൾ ദേശീയ ഗാനം രചിച്ചത് ബംഗാളി ഭാഷയിലാണ്. അപ്പം സംഗീതം നൽകി ശങ്കരാഭരണം രാഗത്തിൽ. അതുപോലെ തന്നെ നമ്മൾ ദേശീയ ഗാനം ചൊല്ലുമ്പോൾ അതിനെടുക്കുന്ന സമയം കൃത്യമായിട്ട് ആ സമയം പഠിക്കണം. മുൻ വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുണ്ട്. എത്ര സെക്കൻഡാണെന്നറിയോ? 52 സെക്കൻഡാണ്. 52 സെക്കൻഡ് സമയമെടുത്താണ് നമ്മൾ ദേശീയ ഗാനം എന്ത് ചെയ്യുന്നത്? ആലപിക്കേണ്ടത്. അല്ല, അത് പൂർണ്ണമായി ആലപിക്കുമ്പോൾ അതിന് 52 സെക്കൻഡ് എടുക്കും. അങ്ങനെയാണെങ്കിൽ സംക്ഷിപ്തമായിട്ട് ചുരുക്കി നമ്മളത് ആലപിക്കുവാണെങ്കിൽ അതിനെടുക്കുന്ന സമയം 20 സെക്കൻഡാണ് കേട്ടോ. 20 സെക്കൻഡ്. ഈ 2 സമയങ്ങളും നിങ്ങൾ നോക്കി വെച്ചിരിക്കുക. ഏതൊക്കെയാണ്? 52 സെക്കൻഡ്. ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡാണ്. അതിൻ്റെ ചുരുങ്ങിയ രൂപം അല്ലെങ്കിൽ സംക്ഷിപ്ത രൂപം അവതരിപ്പിക്കാൻ എടുക്കേണ്ട സമയം 20 സെക്കൻഡാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഭാഷ ബംഗാളിയാണ്. സമയവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ പറയുന്ന ദേശീയ ഗാനം ടാഗോർ ആണ് രചിച്ചത് അല്ലേ? അപ്പൊ ഈ ടാഗോർ രചിച്ച ദേശീയ ഗാനം എടുത്തിരിക്കുന്നത് ഒരു പദ്യത്തിന്റെ കുറച്ച് ഭാഗങ്ങളാണ്. അപ്പോൾ ഏതോ ഒരു പദ്യം അല്ലെ, ആ പദ്യത്തിന്റെ വളരെ കുറച്ച് ഭാഗമാണ് നമ്മൾ ദേശീയ ഗാനമായിട്ട് ആലപിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെടുത്തിരിക്കുന്ന പദ്യം എന്ന് പറയുന്നത് ഭാരത ഭാഗ്യവിദാത. ആ പദ്യത്തിന്റെ പേരെന്താണ്? ഭാരത ഭാഗ്യവിദാത. നമ്മുടെ ദേശീയ ഗാനത്തിൽ ആ വരികളുണ്ടല്ലേ. അപ്പം ഭാരത ഭാഗ്യവിദാത എന്ന രചനയിൽ നിന്ന്, എന്ന പദ്യത്തിൽ നിന്നാണ് ഈ പറയുന്ന ദേശീയ ഗാനം എന്ത് ചെയ്തിട്ടുള്ളത്? എടുത്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ പറയുന്ന പദ്യം അച്ചടിച്ച് വന്ന അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പത്രം ഏതാണ് എന്ന് നമ്മൾ അറിയണം. ഓക്കെ, പത്രം എന്ന് പറയുന്നത് 1912 ഇത് പ്രസിദ്ധപ്പെടുത്തുന്നത്. ആ ഒരു പത്രത്തിന്റെ പേര് തത്വബോധിനി പത്രിക. എന്താണ്? തത്വബോധിനി പത്രികയിലാണ് ഈ പറയുന്ന ഭാരത ഭാഗ്യവിദാത എന്ന് പറയുന്ന പദ്യം എന്ത് ചെയ്യുന്നത്? അച്ചടിച്ച് വരുന്നത് അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുന്നത്. ആ പദ്യത്തിലെ കുറച്ച് ഭാഗമാണ് നമ്മൾ എന്തായിട്ട് ആലപിക്കുന്നത്? ദേശീയ ഗാനമായിട്ട് എടുത്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? അപ്പം ദേശീയ ഗാനം എന്താണെന്നറിയാം. ആ പറയുന്ന ദേശീയ ഗാനം എടുത്തിട്ടുള്ള പദ്യം ഏതാന്ന് നമ്മൾ നോക്കി. ഏതാണ്?
ഭാരത ഭാഗ്യവിദാത എന്ന് പറയുന്ന പത്രം അല്ലേ. ഈ പറയുന്ന പദ്യം എന്താണ്, എവിടെയാണ് പ്രസിദ്ധീകരിച്ചത് എന്നുള്ളതാണ്. ആദ്യം പ്രസിദ്ധീകരിച്ച പത്രം എന്ന് പറയുന്നത് ഏതാണ്? തത്വബോധിനി പത്രിക. തത്വബോധിനി പത്രികയിലാണ് 1912. ഇതൊക്കെ നമ്മുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ദേശീയ ഗാനം ആലപിക്കുന്നത് നമ്മളിപ്പോൾ ആലപിക്കുന്നുണ്ട് അല്ലേ. എന്താണ് സ്കൂളിൽ വൈകുന്നേരങ്ങളിൽ ദേശീയ ഗാനങ്ങളൊക്കെ ആലപിക്കാറുണ്ട്. വിവിധ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ദേശീയ ഗാനങ്ങളൊക്കെ ആലപിക്കാറുണ്ട്. അപ്പോൾ ആദ്യമായി എപ്പോഴാണ് നമ്മുടെ ദേശീയ ഗാനം ജനഗണമന എന്ന് പറയുന്ന ഗാനം ആദ്യമായി എവിടെ എപ്പോൾ ആലപിച്ചു? നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911. 1911 ഡിസംബർ മാസം 27 ഡിസംബർ മാസം 27 1911 ജനഗണമന എന്നുള്ള ഗാനം ആലപിച്ചു. എവിടെയാണെന്നറിയോ? കൽക്കട്ട കോൺഗ്രസിലാണ്. ഓക്കെ. അപ്പോൾ കൽക്കട്ട കോൺഗ്രസ് സമ്മേളനത്തിൽ, INCയുടെ കൽക്കട്ട സമ്മേളനത്തിൽ 1911 ഡിസംബർ മാസം 27 ജനഗണമന അവതരിപ്പിച്ചു. ക്ലിയർ ആണല്ലോ? അതും നേരത്തെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളത് കൃത്യമായി പഠിക്കുക. ആരാണ് അപ്പം ജനഗണമന അവതരിപ്പിച്ചു? ആരാണ് അപ്പോൾ ഈ ഒരു ഗാനം ആലപിച്ചിട്ടുണ്ടാവുന്നത്? എന്തായാലും ഒരു വ്യക്തി ഈ പദ്യം ചൊല്ലിയിരിക്കണം അല്ലെങ്കിൽ പാടിയിരിക്കണം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആരാണെന്ന് ചോദിച്ചാൽ സരളാദേവി ചൗധുരാണി. ആരാണ്? സരളാദേവി ചൗധുരാണിയാണ് ഈ പറയുന്ന ഗാനം എന്ത് ചെയ്യുന്നത്? INCയുടെ കൽക്കട്ട സമ്മേളനത്തിൽ ആലപിക്കുന്നത്. അതെന്നാണ്? 1911 ഡിസംബർ മാസം 27. ഓക്കെ. അപ്പൊ ഇത് രചിച്ചത് ആരാണെന്ന് നമ്മൾ ആദ്യമേ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ആരാണ്? ടാഗോറാണ്. ടാഗോറിന്റെ രചനയാണ്. ആദ്യമായി ഇത് ആലപിച്ച പേര് ആരാണ്? സരളാദേവി ചൗധുരാണിയാണ് ആദ്യമായി കൽക്കട്ട സെഷനിൽ ഈ പറയുന്ന ജനഗണമന അവതരിപ്പിക്കുന്നത്. ബംഗാളി ഭാഷയിലാണിത് രചിച്ചിട്ടുള്ളത്. ഈ പറയുന്ന പദ്യത്തിനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം എന്ത് തന്നെയാണ്? ടാഗോർ തന്നെയാണ്. രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് ഈ പറയുന്ന പദ്യം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, തർജ്ജമ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പേര് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പം തർജ്ജമ ചെയ്ത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മാറ്റിയപ്പോൾ അതിൻ്റെ പേരെന്തായി? മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പേരിലാണ്. അപ്പോൾ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് ജനഗണമനയെ ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി ആരാണ്? ടാഗോർ ആണ്. ക്ലിയർ ആണല്ലോ? ടാഗോർ തന്നെയാണ് ബംഗാളി ഭാഷയിൽ എന്ത് ചെയ്തിട്ടുള്ളത്? ഇത് രചിച്ചിട്ടുമുള്ളത്. അത്രയും ഭാഗം നമുക്ക് ക്ലിയർ ആണ്. ഓക്കെ. അടുത്ത നോക്കാം. ഇനി ടാഗോർ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എവിടെ വെച്ചാണ് അദ്ദേഹം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ മടനപ്പള്ളി അല്ലെങ്കിൽ മദനപ്പള്ളി എന്നൊക്കെ പറയും. പലയിടത്തും അങ്ങനെ രണ്ട് പേരിൽ കാണും. മടനപ്പള്ളി എന്നുള്ളതാണ് നമ്മുടെ MADA എന്നാണ് ഇംഗ്ലീഷിൽ വരുമ്പോൾ പറയുന്നത്. അപ്പോൾ മടനപ്പള്ളി, ആന്ധ്രാപ്രദേശിലെ മടനപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ജനഗണമനയെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഈ ജനഗണമന ഹിന്ദിയിലും ഉറുദുവിലും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഹിന്ദിയിലേക്കും ഉറുദുവിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തിയാണ് ആബിദ് അലിയാണ്. ആരാണ്? ആബിദ് അലിയാണ് ഹിന്ദിയിലേക്കും ഉറുദുവിലേക്കും എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ദേശീയ ഗാനം എന്ത് ചെയ്യുന്നത്? ജനഗണമന ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജനഗണമന എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് ദേശീയ ഗാനവുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഭരണഘടന നിർമ്മാണ സഭയുടെ അസംബ്ലി കൂടിയപ്പോൾ വന്ദേ മാതരം ആലപിച്ചുകൊണ്ട് യോഗം ആരംഭിക്കുകയും ജനഗണമന ആലപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്തു. ഓക്കെ. അപ്പോൾ അത് നോക്കി വെച്ചിരിക്കുക. അപ്പം 1947 ഓഗസ്റ്റ് മാസം 14 15 ഇന്ത്യ സ്വതന്ത്രയാകുന്നു. 14 ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ യോഗം ആരംഭിക്കുന്നത് വന്ദേ മാതരം പാടിക്കൊണ്ടും അവസാനിപ്പിക്കുന്നത് ജനഗണമന പാടിക്കൊണ്ടുമാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ അതൊന്ന് നോക്കി വെച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ദേശീയ ഗാനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്നാണ് ഇത് അവതരിപ്പിച്ചതെന്ന് ചോദിക്കാം, ആരുടെ രചനയാണെന്ന് ചോദിക്കാം, ഇത് ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണെന്ന് ചോദിക്കാം. പിന്നെ പ്രധാനമായിട്ടും ഇത് ഭരണഘടന അംഗീകരിച്ച വർഷവും ദിവസവും നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതിന് സംഗീതം നൽകിയ ആള് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറാണ്. രാഗം ശങ്കരാഭരണമാണ്.
പിന്നെ തത്വബോധിനി പത്രിക എന്ന് പറയുന്ന പത്രത്തിലാണ് ഇത് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഭാരത ഭാഗ്യവിധാത എന്ന് പറയുന്ന പദ്യം പ്രസിദ്ധീകരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഓക്കെയാണ്. പിന്നീട് നമ്മൾ ആദ്യമായി ആലപിച്ചത് 1911 ഡിസംബർ മാസം 27-ാം തീയതി കൽക്കട്ട സെഷനിലാണെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ദേശീയ ഗാനം, ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇനി നമുക്ക് ദേശീയ ഗീതത്തിലേക്ക് പഠിക്കാം. ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദേശീയ ഗാനവുമുണ്ട് ഇന്ത്യക്ക്, ദേശീയ ഗീതവുമുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്നത് ദേശീയ ഗീതത്തെക്കുറിച്ചാണ്. ദേശീയ ഗീതത്തെക്കുറിച്ച് നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു. അപ്പം ഭരണഘടനയുടെ നിയമനിർമ്മാണ സഭയുടെ സമ്മേളനത്തിൽ വന്ദേ മാതരം ആലപിച്ചുകൊണ്ടാണ് ആ സമ്മേളനം ആരംഭിച്ചത്. ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന പാടിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവസാനിപ്പിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മുടെ ദേശീയ ഗീതം ഏതാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഏതാണ് ദേശീയ ഗീതം? വന്ദേ മാതരമാണല്ലേ. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരമാണ്. അപ്പോ ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷം ഏതാണ് എന്ന് ചോദിച്ചാൽ അതും 1950 തന്നെയാണ്. ദേശീയ ഗാനവും ദേശീയ ഗീതവും തമ്മിൽ വർഷം ചോദിച്ചാൽ അത് 1950 ജനുവരി മാസം എന്നാണ് 24-ാം തീയതി. 1950 ജനുവരി മാസം 24-ാം തീയതി എന്ത് ചെയ്യുന്നു, ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ട് വന്ദേ മാതരം അംഗീകരിക്കുന്നു. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് രചിച്ചത് ആരാണ് എന്നുള്ളതാണ്. വന്ദേ മാതരം രചിച്ചത് ആരാണ്? ദേശീയ ഗീതം രചിച്ചത് ടാഗോറാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം എന്ത് ചെയ്തിട്ടുള്ളത്, രചിച്ചിട്ടുള്ളത്. ഈ പറയുന്ന വന്ദേ മാതരം ആലപിക്കുമ്പോൾ അതിനൊരു രാഗമുണ്ട്. ആ രാഗം ദേശരാഗത്തിലാണ്. ദേശീയ ഗാനം ശങ്കരാഭരണമാണെങ്കിൽ ദേശീയ ഗീതം ദേശരാഗത്തിലാണ് ആലപിക്കുന്നത്. അതിന് സംഗീതം നൽകിയ വ്യക്തി ജാദുനാഥ് ഭട്ടാചാര്യ. ആരാണ്? ജാദുനാഥ് ഭട്ടാചാര്യയാണ് എന്ത് ചെയ്യുന്നത്, അതിന് സംഗീതം നൽകുന്നത്. ഇത് രചിച്ചിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് നമുക്ക് ബംഗാളിയാണ് ഒരു ഉത്തരമായിട്ട് വരുന്നത്. സംസ്കൃതം കലർന്നിട്ടുള്ള പലയിടത്ത് ഈ ഒരു പദ്യത്തിൽ നമ്മൾക്ക് സംസ്കൃതത്തിൻ്റെയും ഉപയോഗമുണ്ട്, അതുപോലെ തന്നെ ബംഗാളി ഭാഷയിലുമുണ്ട്. അപ്പം ബങ്കിം ചന്ദ്ര ചാറ്റർജി ആ ഒരു പദ്യം എടുത്തിട്ടുള്ളത് ബംഗാളി ഭാഷയിലാണെങ്കിലും സംസ്കൃത വാക്കുകളുടെയും സംസ്കൃതമൊക്കെ ഈ പറയുന്ന ഒരു ഗീതത്തിന്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം സംസ്കൃതം എന്ന് പറയുന്ന ബംഗാളി സംസ്കൃത ഭാഷയിലൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് രചിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് നമ്മൾ എഴുതുമ്പോൾ അത് ബംഗാളി ഭാഷയാണ്. ഓക്കെ, ഇപ്പൊ വന്ദേ മാതരം രചിച്ചിട്ടുള്ള ഭാഷ എന്ന് പറയുന്നത് ബംഗാളി ഭാഷയാണ്. ക്ലിയർ ആണല്ലോ. വന്ദേ മാതരം എന്നാണ് അംഗീകരിച്ചത്? 1950 ജനുവരി മാസം 24-ാം തീയതിയാണ്. അത് രചിച്ച വ്യക്തിയുടെ പേര് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് അത് രചിച്ചിട്ടുള്ളത്. അതിന് സംഗീതം നൽകിയിട്ടുള്ളത് ജാദുനാഥ് ഭട്ടാചാര്യ. രാഗം ഏതാണ്? ദേശരാഗമാണ്. ഇതിന്റെ ഭാഷ ഏതാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോ ഇത് രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. അപ്പൊ അദ്ദേഹം ഒരു നോവലിലാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഒരു നോവലിൽ നിന്നാണ്. ഓക്കെ, അപ്പൊ നോവലിൽ നിന്നാണ് ഈ പറയുന്ന ഒരു ഭാഗം എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ എടുത്തിട്ടുള്ളത്. ആ നോവലിന്റെ പേര് നിങ്ങൾ കൃത്യമായി പഠിക്കണം. ആനന്ദമഠം എന്ന് പറയുന്ന നോവലിലാണ്. 1882 എഴുതിയിട്ടുള്ള അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഏതാണ്? ആനന്ദമഠം എന്ന് പറയുന്ന നോവലിലെ ഒരു ചെറിയ ഭാഗമാണ് ഇത് വന്ദേ മാതരം എന്ന് പറയുന്നത്. ഈ പറയുന്ന നോവല് രചിച്ചിരിക്കുന്നത് സന്യാസി കലാപം. നമുക്കറിയാം ഇന്ത്യയിലെ നടന്നൊരു കലാപമാണ്. സന്യാസി കലാപത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ആ പശ്ചാത്തലം, സന്യാസി കലാപം പശ്ചാത്തലമൊക്കെ ആയി വരുന്ന അതിനെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയിട്ടുള്ള ആനന്ദമഠം എന്ന് പറയുന്ന നോവലിന്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ ഈ പറയുന്ന വന്ദേ മാതരം. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഈ ആനന്ദമഠം എന്ന് പറയുന്ന ഈ പറയുന്ന നോവല് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് ദ എബി ഓഫ് ബ്ലിസ് എന്ന പേരിലാണ്. അത് എഴുതിയ വ്യക്തി നരേഷ് ചന്ദ്രസെൻ ഗുപ്തയാണ്. നരേഷ് ചന്ദ്രസെൻ ഗുപ്തയാണ് ആനന്ദമഠം എന്ന് പറയുന്ന നോവൽ എന്ത് ചെയ്യുന്നത്, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, തർജ്ജമ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് പ്രധാനമായി ആനന്ദമഠം എന്ന് പറയുന്ന നോവലിനെ കുറിച്ച് അറിയണം. ആ നോവല് എന്ത് പശ്ചാത്തലത്തിലാണ്, എന്തിന്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയിട്ടുള്ളതാണ് എന്ന് ചോദിച്ചാൽ അത് എന്താണ്? സന്യാസി കലാപമാണ് കേട്ടോ. അപ്പം സന്യാസി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയിട്ടുള്ള നോവലാണ് ആനന്ദമഠം. ആനന്ദമഠത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ വന്ദേ മാതരം. ആ വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ഈ പറയുന്ന വന്ദേ മാതരം 1896
കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ആദ്യമായി ആലപിക്കുന്നത്. ഓക്കെ, 1882 എന്ത് ചെയ്യുന്നത്, ആനന്ദമഠം പ്രസിദ്ധീകരിക്കുന്നത് അല്ലേ. അപ്പോൾ 1896 നടന്ന കൊൽക്കത്ത സമ്മേളനം. അപ്പം 1911 നടന്ന കൊൽക്കത്ത സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിക്കുന്നത്. അതിനൊക്കെ വളരെ കാലം മുന്നേ 1896 നടന്ന കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ട് ആദ്യമായി വന്ദേ മാതരം എന്ത് ചെയ്യുന്നു, ആലപിക്കുന്നു. അത് ആലപിച്ചത് മറ്റാരും അല്ലാരാണ്, രവീന്ദ്രനാഥ ടാഗോറാണ്. ടാഗോർ 1896 എവിടെ വെച്ച്, കൊൽക്കത്ത കോൺഗ്രസിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, വന്ദേ മാതരം ആലപിച്ചു. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഈ പറയുന്ന വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ, ഇംഗ്ലീഷിലേക്ക് വന്ദേ മാതരം ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി അരബിന്ദോ ഘോഷാണ്. മദർ ഐ ബോ ടു എന്ന് പറയുന്ന എന്താണ് പേരിൽ ഇംഗ്ലീഷിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി ആരാണ്, അരബിന്ദോ ഘോഷാണ്. അരബിന്ദോ ഘോഷ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. നമ്മുടെ വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പ്രസിദ്ധീകരിച്ച മാസികയുടെ പേര് കൂടി പഠിക്കുക, കർമ്മയോഗി. 1909 കർമ്മയോഗി എന്ന് പറയുന്ന മാസികയിലാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ, വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്ത് ചെയ്യുന്നത്, പ്രസിദ്ധീകരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ആരാലപിച്ചു എന്നുള്ളത് നമ്മൾ പഠിച്ചു. ആരാണ്, ടാഗോറാണ് ഇത് ആലപിക്കുന്നത്. 1896 ടാഗോർ ഇത് ആദ്യമായി വന്ദേ മാതരം ആലപിച്ചു. ഓക്കെ, അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നടത്തിയിരിക്കുന്ന വ്യക്തി ആരാണ്, അരബിന്ദോ ഘോഷാണ്. അരബിന്ദോ ഘോഷാണ് ഇതിൻ്റെ ഇംഗ്ലീഷ്, വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ചെയ്തിരിക്കുന്നത്. വന്ദേ മാതരം നമ്മുടെ ഇംഗ്ലീഷല്ല, തമിഴിലേക്ക് കൂടി പരിഭാഷ നടത്തിയിട്ടുണ്ട്. തമിഴിൽ ഈ പറയുന്ന വന്ദേ മാതരം പരിഭാഷ നടത്തിയ വ്യക്തി ആരാണ്, സുബ്രഹ്മണ്യ ഭാരതിയാണ്. സുബ്രഹ്മണ്യ ഭാരതിയാണ് തമിഴിൽ വന്ദേ മാതരത്തെ എന്ത് ചെയ്യുന്നത്, തമിഴിലേക്ക് തർജ്ജമ ചെയ്യുന്നത്. അതും ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് ആലപിക്കാൻ എടുക്കുന്ന സമയം, വന്ദേ മാതരം ആലപിക്കാൻ എത്ര സമയം എടുക്കണമെന്ന് ചോദിച്ചാൽ അത് 65 സെക്കൻഡാണ്. 65 സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ നമ്മുടെ ദേശീയ ഗീതം ആലപിച്ച് തീരണം. ഓക്കെ ആണല്ലോ. അപ്പം ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ നോക്കിയത്. അത് നമ്മൾ പ്രധാനമായിട്ട് അറിയേണ്ടത് 1950 ജനുവരി മാസം 24 എന്ത് ചെയ്യുന്നത്, നമ്മുടെ ദേശീയ ഗീതം എന്ത് ചെയ്യുന്നത്, ഭരണഘടന അംഗീകരിക്കുന്നത്. അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞു. ഇത് എഴുതിയത് ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ എഴുതിയത് ആരാന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നോവൽ കൂടി പറഞ്ഞ് നമുക്ക് പഠിക്കാം. ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ നോവലാണ്, അതായത് സന്യാസി കലാപത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയ നോവലിന്റെ ഒരു ചെറിയ ഭാഗമാണ് വന്ദേ മാതരം എന്ന് പറയുന്നത്. അതാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ദേശീയ ഗാനം, ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട, തൊട്ടുമുന്നേ നമ്മൾ ഗാനം പഠിച്ചു. ഇതിപ്പോൾ വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിന് മുന്നേ PSC ചോദിച്ചിട്ടുള്ള കുറച്ച് പോയിന്റ്സ് കൂടി ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് തന്നെയാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത്രയും കാര്യങ്ങൾ ദേശീയ ഗാനത്തെക്കുറിച്ചും ദേശീയ ഗീതത്തെക്കുറിച്ചും ക്ലിയർ ആണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചിഹ്നങ്ങൾ നോക്കണം. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നാഷണൽ സിംബൽസ് ഉണ്ട്, പല ചിഹ്നങ്ങളുണ്ട് ഇന്ത്യക്ക്. അപ്പം നാഷണൽ ഫ്ലവർ പഠിക്കണം, നാഷണൽ ആനിമൽ പഠിക്കണം, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദേശീയ ചിഹ്നങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ദേശീയ ചിഹ്നത്തിൽ ആദ്യം നമ്മൾ ഇന്ത്യയുടെ ദേശീയ എംബ്ലം, നാഷണൽ എംബ്ലം അഥവാ ദേശീയ ചിഹ്നം ഏതാണ് എന്ന് നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പം ദേശീയ ചിഹ്നം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? സിംഹമുദ്രയാണ്. അപ്പം സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ചത് 1950 ജനുവരി മാസം എന്നാണ്? 26 ഇന്ത്യ റിപ്പബ്ലിക് ആയെന്നല്ലേ. 1950 ജനുവരി മാസം 26 സിംഹമുദ്ര ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി ഔദ്യോഗികമായി അംഗീകരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഈ പറയുന്ന ദേശീയ ചിഹ്നമായിട്ടുള്ള സിംഹമുദ്ര എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അശോക ചക്രം അല്ലെങ്കിൽ ദേശീയ ചിഹ്നം അശോക ചക്രം അല്ലെങ്കിൽ സിംഹമുദ്ര എന്ന് പറയുന്നത് എടുത്തിട്ടുള്ളത് ഉത്തർപ്രദേശിലെ ആ ചിഹ്നമായിട്ടുള്ള അശോക ചക്രം എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ എവിടെ നിന്നാണ്? ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ്. അപ്പോൾ സാരാനാഥിലെ ഡീർ പാർക്കിലുള്ള അശോക സ്തംഭത്തിൽ നിന്നാണ് അശോക ചക്രം എന്ത് ചെയ്യുന്നത് എടുത്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആണ്.
ഈ പറയുന്ന സിംഹമുദ്രയിൽ പേരില് എന്താണ് സിംഹമുദ്ര എന്നൊക്കെ പറയുമെങ്കിലും അതിനകത്ത് സിംഹങ്ങൾ മാത്രമല്ല ഉള്ളത്. സിംഹമുണ്ട്, കാളയുണ്ട്, കുതിരയുണ്ട്, ആനയുണ്ട്. സിംഹമുണ്ട്, കാളയുണ്ട്, കുതിരയുണ്ട്, ആനയുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. സിംഹമുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൽ സിംഹമുണ്ട്, കാളയുണ്ട്, കുതിരയുണ്ട്, ആനയുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം ചിഹ്നം എടുത്തിട്ടുള്ളത് സാരാനാഥിലെ ഡീർ പാർക്കിലെ എന്താണ് അശോക സ്തംഭത്തിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. 1950 ജനുവരി 26 ഔദ്യോഗികമായി എന്ത് ചെയ്യുന്നു, അംഗീകരിക്കുന്നു. ക്ലിയർ ആണല്ലോ? അതിൽ ഏതൊക്കെ സിംഹമുദ്രയ്ക്കകത്തുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സിംഹമുണ്ട്, കാളയുണ്ട്, കുതിരയുണ്ട്, അതുപോലെ തന്നെ ആനയുമുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണ് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനൊരു ചിഹ്നം ഇന്ത്യയുടെ നാഷണൽ എംബ്ലം ചിഹ്നം എന്താണ് രൂപകൽപ്പന ചെയ്ത വ്യക്തി ദീനാനാഥ് ഭാർഗവയാണ് കേട്ടോ. ദീനാനാഥ് ഭാർഗവയാണ് ദേശീയ ചിഹ്നം എന്ത് ചെയ്തിട്ടുള്ളത്, രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്ത വ്യക്തി ദീനാനാഥ് ഭാർഗവയാണ്. ഈ പറയുന്ന ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം, അപ്പൊ ആ ചുവട്ടിൽ എഴുതിയിരിക്കുന്നത് എന്താണ്, സത്യമേവ ജയതേ എന്ന് പറയുന്നതാണ്. ഓക്കെ ആണല്ലോ? സത്യമേവ ജയതേ എന്ന വാക്കാണ് ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന വാക്യം എടുത്തിട്ടുള്ളത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. ഏതുപനിഷത്താണ്? മുണ്ടകോപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയതേ എന്ന് പറയുന്ന വാക്ക് എടുത്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? നമ്മുടെ ദീനാനാഥ് ഭാർഗവയാണ് ഈ പറയുന്ന ചിഹ്നം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ആ ചിഹ്നത്തിന് താഴെ സത്യമേവ ജയതേ എന്ന് എഴുതിയിട്ടുണ്ട്. അത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ദേശീയ ചിഹ്നത്തിന്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ പറയുന്ന നാഷണൽ എംബ്ലം ദേശീയ ചിഹ്നമാണ്, ഔദ്യോഗികമായിട്ടുള്ള ചിഹ്നമാണ്. അപ്പൊ ഇതെന്താണ്, ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അപ്പൊ അതിനെ നിരോധിക്കുന്നതിന് വേണ്ടി 2005 എന്ത് ചെയ്തിട്ടുണ്ട്, നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ദേശീയ ചിഹ്നത്തിന് ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് എന്താണ് നമ്മുടെ നിയമം പാസ്സാക്കിയ വർഷം എന്ന് പറയുന്നത് 2005 അപ്പൊ ദേശീയ ചിഹ്നം ഏതാണ് എന്ന് നോക്കുക, സിംഹമുദ്രയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുന്നത് അംഗീകരിച്ച വർഷവും ദിവസവും നമ്മൾ പഠിച്ചു. അതിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്ക് സത്യമേവ ജയതേ എന്നുള്ളതാണ്. അത് മുണ്ടകോപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട കാര്യം നോക്കി. ഇനി നമുക്ക് ദേശീയ പ്രതിജ്ഞ നോക്കാം. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ നമ്മൾ സ്കൂളിലൊക്കെ ചൊല്ലിയിട്ടുള്ളതാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്ന പ്രതിജ്ഞ. അങ്ങനെയാണല്ലോ? അപ്പൊ ഇന്ത്യയുടെ പ്രതിജ്ഞ എന്ന് പറയുന്നത് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്ന് തുടങ്ങുന്നതാണ്. നമുക്കറിയാം. ആ പ്രതിജ്ഞ എഴുതിയ വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ പൈതിമാരി വെങ്കട സുബ്ബറാവു. പൈതിമാരി വെങ്കട സുബ്ബറാവു ആണ് ഈ പറയുന്ന ദേശീയ പ്രതിജ്ഞ രചിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എഴുതിയിട്ടുള്ളത്. ആണല്ലോ? ഇത് തെലുങ്ക് ഭാഷയിലാണ്. ദേശീയ പ്രതിജ്ഞ ആദ്യമായി എഴുതപ്പെട്ട ഭാഷ എന്ന് പറയുന്നത് തെലുങ്ക് ഭാഷയിലാണ്. ആദ്യം അദ്ദേഹം ഇത് എഴുതിയത് തെലുങ്ക് ഭാഷയിലാണ്. ഈ പറയുന്ന ദേശീയ ഭാഷ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇത് ചൊല്ലാറുണ്ട് അല്ലേ? കൃത്യമായി നമ്മൾ അസംബ്ലി കൂടുമ്പോൾ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്നുള്ള പ്രതിജ്ഞ ചൊല്ലും. അപ്പൊ എന്ന് തൊട്ടാണ് നമ്മുടെ രാജ്യത്തെ സ്കൂളുകളിൽ ഈ പറയുന്ന പ്രതിജ്ഞ ചൊല്ലി തുടങ്ങിയെന്ന് ചോദിച്ചാൽ 1965 ജനുവരി മാസം 26 തൊട്ടാണ്. 1965 ജനുവരി മാസം 26 തൊട്ടാണ് വിദ്യാലയങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നത്, ഇന്ത്യയുടെ പ്രതിജ്ഞയായിട്ടുള്ള ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്നുള്ള പ്രതിജ്ഞ ചൊല്ലി തുടങ്ങുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം പ്രതിജ്ഞ ഏതാണെന്ന് നമുക്കറിയാം. അത് എഴുതിയ വ്യക്തി പൈതിമാരി വെങ്കട സുബ്ബറാവു ആണ്. അദ്ദേഹം ഇത് ഏത് ഭാഷയിലാണ് ആദ്യം എഴുതിയത്? തെലുങ്ക് ഭാഷയിലാണ്. വിദ്യാലയങ്ങളിൽ സ്കൂളിലൊക്കെ നമ്മൾ ഇത് ചൊല്ലി തുടങ്ങിയത് 1965 ജനുവരി മാസം 26 മുതലാണ്. അപ്പം അത്രയും കാര്യം ക്ലിയർ ആണല്ലോ? അത് ദേശീയ പ്രതിജ്ഞ. ഇനി നമുക്ക് ദേശീയ കലണ്ടർ നോക്കാം. ഇന്ത്യക്ക് ഒരു കലണ്ടർ ഉണ്ട്, ദേശീയ കലണ്ടർ ഉണ്ട്. അത് ഏത് കലണ്ടറാണ്? ശകവർഷ കലണ്ടറാണ് അല്ലേ? അപ്പം ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ അംഗീകരിച്ചത് 1957 മാർച്ച് മാസം 22. 1957 മാർച്ച് മാസം 22 ശകവർഷം എന്നുള്ളത് ഇന്ത്യയുടെ ദേശീയ കലണ്ടറായിട്ട് എന്ത് ചെയ്യുന്നത്, അംഗീകരിക്കുന്നത്. അപ്പൊ ഇത് ആരംഭിച്ചത്, ശകവർഷം എന്ന് പറയുന്നത് ആരംഭിച്ചത് കനിഷ്കനാണ്. AD 78 കനിഷ്കൻ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ശകവർഷം എന്ന് പറയുന്ന ഒരു വർഷം, ആ ഒരു രീതി എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. നമ്മുടെ കലണ്ടർ രൂപീകരണത്തിന് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മേഘനാഥ് സാഹ, ആരാണ്? മേഘനാഥ് സാഹയായിരുന്നു ആ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശകവർഷമാണ് ഇന്ത്യയുടെ ദേശീയ ഔദ്യോഗികമായിട്ടുള്ള ദേശീയ കലണ്ടർ. 1957 മാർച്ച് 22 അംഗീകരിച്ചു. അത് എന്താണ്, രൂപീകരിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? മേഘനാഥ് സ്വാഹയാണ്. മേഘനാഥ് സ്വാഹയാണ് എന്തെന്ന് പറയുന്നത്, രൂപീകരണ കമ്മിറ്റിയുടെ ചെയർമാൻ. അപ്പൊ ഈ പറയുന്ന ശകവർഷത്തിലെ മാസങ്ങൾ എന്ന് പറയുന്നത്
ചൈത്രം, വൈശാഖം, ജ്യേഷ്ഠം, ആഷാഢം, ശ്രാവണം, ഭദ്രം, അശ്വിനം, കാർത്തിക, അഗ്രഹായനം, പൗഷം, മാഘം, ഫാൽഗുണം. ഇത്രയും മാസങ്ങളാണ് ശകവർഷത്തിലെ മാസങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കലണ്ടർ ഏതാണെന്നുള്ളത് നമ്മൾ കൃത്യമായി പഠിക്കണം. ദേശീയ ചിഹ്നങ്ങളിൽ നമ്മുടെ ദേശീയ കലണ്ടർ ശകവർഷം എന്ന് പറയുന്ന കലണ്ടറാണ്. അത് അംഗീകരിച്ചത് ആരാണ്? അതിൻ്റെ രൂപീകരണ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട അംഗം അല്ലെങ്കിൽ ചെയർമാനെ നമ്മൾ പഠിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ കലണ്ടർ എന്ന് പറയുന്ന പോർഷനിൽ നമുക്ക് അത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ. അടുത്ത് നോക്കാം. അടുത്തത് ദേശീയ മൃഗമാണ്. നമുക്കറിയാം ദേശീയ മൃഗം ആരാണ്? ഏതാണ്? റോയൽ ബംഗാൾ കടുവയാണ് ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് നമുക്കറിയാം. അതിൽ റോയൽ ബംഗാൾ കടുവയെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത് 1972 ഓക്കെ. 1972 ദേശീയ മൃഗമായിട്ട് കടുവയെ പ്രഖ്യാപിക്കുന്നു. അതുവരെ 72 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ടിരുന്നത് സിംഹമായിരുന്നു കേട്ടോ. അപ്പം 72 തൊട്ടാണ് റോയൽ ബംഗാൾ കടുവ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ ദേശീയ മൃഗമാകുന്നത്. അതിനു മുമ്പ് സിംഹമായിരുന്നു ഇന്ത്യയുടെ ദേശീയ മൃഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ഇവിടെ അറിയാനുള്ളത് ഇതിൻ്റെ എന്താണ്? ശാസ്ത്രീയ നാമം നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോവുക. പന്തേര ടൈഗ്രസ് എന്നുള്ളതാണ് കടുവയുടെ ശാസ്ത്രീയ നാമം. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ ചെറിയ ക്ലാസ്സിൽ തൊട്ടേ പഠിക്കുന്ന കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് അംഗീകരിച്ച വർഷം 1972. പന്തേര ടൈഗ്രസ് എന്നുള്ളതാണ് എന്താണ്? കടുവയുടെ, റോയൽ ബംഗാൾ കടുവയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ദേശീയ മൃഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നോക്കി. നമ്മളിനി നോക്കുന്നത് ദേശീയ ജലജീവിയാണ്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്ന് പറയുന്നത് ഗംഗാ ഡോൾഫിനാണ്. അപ്പോൾ ജലജീവി, ദേശീയ ജലജീവി ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്താണ്? ഗംഗാ ഡോൾഫിനാണ്. ഈ പറയുന്ന ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം 2009 2009 ഒക്ടോബറിലാണ് ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായിട്ട് എന്ത് ചെയ്യുന്നത്? പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ്. ദേശീയ ജലജീവി ഏതാണ് എന്ന് ചോദിച്ചാൽ ഗംഗാ ഡോൾഫിനാണ്. ഗംഗാ ഡോൾഫിനെ എന്താണ്? ദേശീയ ജലജീവിയായിട്ട് പ്രഖ്യാപിച്ച വർഷം 2009 ഒക്ടോബർ മാസമാണ്. അപ്പോൾ ആ 2 കാര്യങ്ങൾ നോക്കി. ഇനി ഗംഗാ ഡോൾഫിനുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗംഗാ ഡോൾഫിൻ ഔദ്യോഗികമായി ഒരു നഗരത്തിൻ്റെ മൃഗമാണ്. അപ്പം എന്താണ്? ഔദ്യോഗിക മൃഗമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യയിലെ നഗരം എന്ന് പറയുന്നത് ഗുവാഹത്തിയാണ്. ഔദ്യോഗിക മൃഗമുള്ള ഇന്ത്യയിലെ ഒരു നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്താണ്? ആദ്യ ഇന്ത്യൻ നഗരം ഗുവാഹത്തിയാണ്. ഗുവാഹത്തിയുടെ എന്താണ് ഔദ്യോഗിക മൃഗം ഏതാണ്? ഗംഗാ ഡോൾഫിനാണ്. അപ്പോൾ 2 ഇതായിട്ട് നമുക്കത് പഠിക്കാം. ഒന്ന് ഇന്ത്യയുടെ ദേശീയ ജലജീവിയായിട്ട് ബന്ധപ്പെട്ട ഗംഗാ ഡോൾഫിൻ, മറ്റു നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലെ നഗരമായിട്ടുള്ള ഗുവാഹത്തിയാണ്. ഗുവാഹത്തി എന്ന് പറയുന്ന പ്രത്യേകത ഔദ്യോഗിക മൃഗമുള്ള ആദ്യ ഇന്ത്യൻ നഗരമാണ് ഏത്? ഗുവാഹത്തി. അപ്പം ഗുവാഹത്തിയുടെ ഔദ്യോഗിക മൃഗം എന്ന് പറയുന്നത് ഏതാണ്? എന്താണ്? ഗംഗാ ഡോൾഫിനാണ്. അപ്പം അത്രയും കാര്യങ്ങൾ ഇതിനെ 2ആയിട്ട് തിരിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഗംഗാ ഡോൾഫിനുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്ന് പറയുന്നത് ഗംഗാ ഡോൾഫിനാണ്. അടുത്തത് ദേശീയ പൈതൃക ജീവി എന്നാണ്. മുമ്പേ ജലജീവിയാണ് പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് ദേശീയ പൈതൃക ജീവിയാണ്. പൈതൃക ജീവി ഏതാണ്? ദേശീയ പൈതൃക ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ആനയാണ് കേട്ടോ. ആനയാണ് ദേശീയ എന്താണ്? പൈതൃക ജീവി. 2010 ഒക്ടോബറിലാണ്. 2010 ഒക്ടോബർ മാസമാണ് എന്ത് ചെയ്യുന്നത്? ആനയെ പൈതൃക ജീവിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതുപോലെ തന്നെ ആനയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഔദ്യോഗിക മൃഗമാണ് അല്ലേ എന്തെന്ന് പറയുന്നത്? ആന. കേരളത്തിന്റെയും കർണാടകത്തിന്റെയും ജാർഖണ്ഡിന്റെയും ഔദ്യോഗിക മൃഗമാണ് ഏതെന്ന് പറയുന്നത്? ആന. അപ്പൊ ആന ഔദ്യോഗിക മൃഗമായിട്ടുള്ള സംസ്ഥാനങ്ങളാണ് കേരളം, കർണാടക, അതുപോലെ തന്നെ ജാർഖണ്ഡ്. ക്ലിയർ ആണല്ലോ. അപ്പം ആനയുമായി ബന്ധപ്പെട്ട ദേശീയ പൈതൃക ജീവിയാണ് 2010 ഒക്ടോബറിലാണ് പ്രഖ്യാപിക്കുന്നത്. കേരളത്തിന്റെയും കർണാടകത്തിന്റെയും ജാർഖണ്ഡിന്റെയും ഒക്കെ ഔദ്യോഗിക മൃഗമാണ് ഏതെന്ന് പറയുന്നത്? ആന. ആനയുടെ ശാസ്ത്രീയ നാമം നമ്മൾ പഠിക്കണം അല്ലേ? ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. എന്താണ്? എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നുള്ളതാണ് ആനയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. ആനകളെ പറ്റി പരാമർശിച്ചിരിക്കുന്ന പുരാതന ഗ്രന്ഥം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മാതംഗലീലയാണ്. മാതംഗലീല എന്ന് പറയുന്ന പുരാതന ഗ്രന്ഥത്തിൽ ആനകളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോക്കിക്കുക. നേരത്തെ PSC അത് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് അതൊരു പോയിന്റായിട്ട് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പം പൈതൃക ജീവി, ദേശീയ പൈതൃക ജീവി ഏതാണ്? ആനയാണ്. 2010 ഒക്ടോബറിലാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും അതുപോലെ തന്നെ ജാർഖണ്ഡിൻ്റെയും ഔദ്യോഗിക മൃഗമാണ് ഇതെന്ന് പറയുന്നത് ആന.
ആനയുടെ ശാസ്ത്രീയ നാമം പഠിക്കുക. ഏതാണ്? എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നുള്ളതാണ് ആനയുടെ ശാസ്ത്രീയ നാമം. അപ്പൊ അതാണ് ദേശീയ എന്താണ് പൈതൃക ജീവിയുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ആനയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ. ക്ലിയർ ആണല്ലോ? അടുത്തത് ദേശീയ ഫലമാണ്. നമുക്കറിയാം ഏതാണ് നാഷണൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് മാങ്ങയാണ് അല്ലേ. മാങ്ങയെ ദേശീയ ഫലമായി പ്രഖ്യാപിച്ചത് 1950 1950 ദേശീയ ഫലമായി മാങ്ങയെ പ്രഖ്യാപിക്കുന്നു. അതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് മാഞ്ചിഫെറ ഇൻഡിക്ക. മാഞ്ചിഫെറ ഇൻഡിക്ക എന്നുള്ളതാണ് എന്ത് മാങ്ങയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. അത് മാങ്ങ അറിയപ്പെടുന്നത് ഫലങ്ങളുടെ രാജാവ് എന്നാണ്. ഫലങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? മാങ്ങയാണ്. അപ്പം മാങ്ങയുമായി ബന്ധപ്പെട്ട ദേശീയ ഫലമായി പ്രഖ്യാപിച്ചത് 1950 അതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? മാഞ്ചിഫെറ ഇൻഡിക്കയാണ്. മാഞ്ചിഫെറ ഇൻഡിക്കയാണ്. അത് ഫലങ്ങളുടെ രാജാവായി എന്നറിയപ്പെടുന്നു. ഇന്ത്യയെ കൂടാതെ മാങ്ങ ദേശീയ ഫലമായിട്ടുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനും ഫിലിപ്പീൻസുമാണ്. പാകിസ്ഥാന്റെയും ഫിലിപ്പീൻസിന്റെയും ഒക്കെ ദേശീയ അല്ലെങ്കിൽ ദേശീയ ഫലം എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? മാങ്ങ തന്നെയാണ്. അപ്പൊ അതെന്താണ്? ദേശീയ ഫലമാണ്. ഏതാണ്? മാങ്ങയാണ്. 1950 മാങ്ങയെ ദേശീയ ഫലമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ക്ലിയർ ആണല്ലോ? അടുത്തത് ദേശീയ വൃക്ഷമാണ്. PSC ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ പേരെന്താണ്? പേരാലാണ്. പേരാലാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം. ദേശീയ വൃക്ഷം എന്ന് പറയുന്നത് പേരാലാണ്. ഈ പറയുന്ന പേരാലിനെ ദേശീയ വൃക്ഷമായി പ്രഖ്യാപിച്ചത് എന്ന് തന്നെയാണ്? 1950 1950 പേരാലിനെ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയുടെ ദേശീയ വൃക്ഷമായി പ്രഖ്യാപിക്കുന്നത്. അത് മുന്നേ PSC ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ചിഹ്നങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിക്കണം. വളരെ സിമ്പിൾ ആണല്ലോ എന്ന് വിചാരിച്ച് വിടരുത്. അത് നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോകണം. അതുപോലെ തന്നെ നമ്മുടെ പേരാലിന്റെ ശാസ്ത്രീയ നാമം കൂടി നമ്മൾ പഠിക്കണം. ഫൈക്കസ് ബംഗാളൻസിസ്. ഫൈക്കസ് ബംഗാളൻസിസ് എന്ന് പറയുന്നതാണ് പേരാലിന്റെ ശാസ്ത്രീയ നാമം. അപ്പം പേരാല് ഇന്ത്യയുടെ ദേശീയ വൃക്ഷമാണ്. 1950 1950 അതിനെ ദേശീയ വൃക്ഷമായി പ്രഖ്യാപിക്കുന്നത്. മറ്റൊന്ന് അതിന്റെ ശാസ്ത്രീയ നാമമാണ് ഫൈക്കൻസ് ബംഗാളൻസ് ആണ്. ബംഗാളൻസിസ് ഫൈക്കൻസ് ബംഗാളൻസിസ് എന്നുള്ളതാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന പേരാലിന്റെ ശാസ്ത്രീയ നാമം. അപ്പോൾ ആ ഒരു ഭാഗം ക്ലിയർ ആണ് ദേശീയ വൃക്ഷവുമായി ബന്ധപ്പെട്ട്. അടുത്തത് ദേശീയ നദിയാണ്. നമുക്കറിയാം ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗയാണ് അല്ലേ. ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി. അതിൽ പ്രധാനപ്പെട്ടത് ഗംഗയെ എന്നാണ് ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ 2008 നവംബർ മാസം 4 2008 നവംബർ മാസം 4 എന്ത് ചെയ്യുന്നു? ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ആ ഡേറ്റും വർഷവും എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് പഠിക്കുക. അതുപോലെ തന്നെ ഗംഗാ നദിയുടെ നീളം 2525 കിലോമീറ്റർ ആണ്. 2525 കിലോമീറ്റർ ആണ് ഗംഗാ നദിയുടെ നീളം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഇതെന്ന് പറയുന്നത് ഗംഗ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? 2008 നവംബർ മാസം 4 ഗംഗ എന്ത് ചെയ്യുന്നത്? ദേശീയ നദിയെ പ്രഖ്യാപിക്കുന്നത്. അടുത്തത് ദേശീയ പുഷ്പമാണ്. ഇന്ത്യയുടെ ദേശീയ പുഷ്പമായിട്ട് അറിയപ്പെടുന്നത് താമരയാണ് കേട്ടോ. താമരയാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പമായിട്ട് അറിയപ്പെടുന്നത്. നിലംബോ ന്യൂസിഫറ. നിലംബോ ന്യൂസിഫറ എന്നുള്ളതാണ് താമരയുടെ ശാസ്ത്രീയ നാമം. നിലംബോ ന്യൂസിഫറ എന്നുള്ളതാണ് താമരയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. അപ്പം ദേശീയ പുഷ്പം താമരയാണ്. നിലംബോ ന്യൂസിഫറ എന്നാണ് താമരയുടെ ശാസ്ത്രീയ നാമം. താമര ദേശീയ പുഷ്പമായിട്ടുള്ള മറ്റ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വിയറ്റ്നാമും ഈജിപ്തുമാണ്. വിയറ്റ്നാമും ഈജിപ്തുമാണ് താമര ദേശീയ പുഷ്പമായിട്ടുള്ളത്. നമ്മൾ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കുമ്പോൾ ദേശീയ പുഷ്പമായിട്ട് താമരയെ പറയുന്നില്ല. അപ്പം അതിൽ നമ്മൾ പക്ഷേ ദേശീയ പുഷ്പം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം താമര എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. പക്ഷെ നിങ്ങൾ ഒഫീഷ്യൽ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നാഷണൽ എംബ്ലംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇന്ത്യക്കൊരു ദേശീയ പുഷ്പം ഉള്ളതായിട്ട് കാണിക്കുന്നില്ല. എന്നിരുന്നാലും നമ്മൾ പഠിക്കുന്നതനുസരിച്ച് ദേശീയ പുഷ്പം താമര എന്ന് തന്നെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഓക്കെ ആണല്ലോ? അതുകൊണ്ടാണ് ഈ ഔദ്യോഗികമായിട്ട് ആ ഡേറ്റ് നമ്മൾ പഠിക്കാതിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നിലംബോ ന്യൂസിഫറ എന്നുള്ളതാണ് ദേശീയ പുഷ്പമായിട്ടുള്ള താമരയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. വിയറ്റ്നാമിൻ്റെയും ഈജിപ്തിൻ്റെയും ഒക്കെ നാഷണൽ ഫ്ലവർ എന്ത് തന്നെയാണ്? താമരയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ ഗാനം നമ്മൾ പഠിച്ചു, ദേശീയ ഗീതം നമ്മൾ ആദ്യം പഠിച്ചു. അതിനുശേഷം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ദേശീയ ചിഹ്നങ്ങളെക്കുറിച്ച്, നാഷണൽ സിംബൽസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുള്ളത്. അതൊന്ന് ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ എക്സ്ട്രാ ആഡ് ചെയ്തു. പക്ഷേ അത് വീണ്ടും എനിക്ക് അറിയില്ല. ഒരു സെക്കൻഡ്, ഈ ഒരു പേജ് മാത്രമോ
ഞാൻ ആലോചിച്ചു ഒരു പേജൂടെ നോക്കിയിട്ട് നിർത്തിയാൽ പോരെ എന്ന് ആലോചിച്ചു. എന്നെ ഞാൻ വിചാരിച്ചു അങ്ങ് നിർത്തി. ബാക്കിയും പറയട്ടെ. അടുത്തത് നമുക്ക് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ. ഇന്ത്യക്ക് ഒരു ഭാഷയുണ്ട്, ഔദ്യോഗികമായിട്ടൊരു ഭാഷയുണ്ട് ഇന്ത്യക്ക്. ആ ഭാഷ ഏതാണെന്ന് പഠിക്കണം. അത് ഹിന്ദിയാണ്. അപ്പോൾ ഹിന്ദിയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത്. ഹിന്ദിയെ നമ്മുടെ ഔദ്യോഗിക ഭാഷയായിട്ട് അംഗീകരിച്ചത് എന്നാണ് വിത്ത് ഡേറ്റ് നമ്മൾ പഠിക്കണം. 1949 സെപ്റ്റംബർ മാസം 14. 1949 സെപ്റ്റംബർ മാസം 14 ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായിട്ട് എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. ആ ദിവസം കണ്ടോ, സെപ്റ്റംബർ 14. സെപ്റ്റംബർ 14 എന്ന് പറയുന്ന ദിവസമാണ് ഇന്ത്യയിൽ ഹിന്ദി ദിവസ് എന്ന് പറയുന്ന ദിവസം. ഇന്ത്യയിൽ ഹിന്ദി ദിവസ് എന്ന് പറയുന്ന ദിവസമായിട്ട് ആചരിക്കുന്നത് സെപ്റ്റംബർ 14 സെപ്റ്റംബർ 14 ഇന്ത്യയിൽ ഹിന്ദി ദിവസമായിട്ട് ആചരിക്കുന്നത്. ജനുവരി 10 ലോക ഹിന്ദി ദിനം കേട്ടോ. ജനുവരി 10 ജനുവരി മാസം 10 ലോക ഹിന്ദി ദിനമായിട്ട് ആചരിക്കുന്നത്. സെപ്റ്റംബർ 14 എന്ന് പറയുന്നത് ഹിന്ദി ദിവസമാണ്. ഇന്ത്യയിൽ ഹിന്ദി ദിവസമാണ് സെപ്റ്റംബർ 14. അന്നാണ് ഹിന്ദി എന്ത് ചെയ്യുന്നത്? ഔദ്യോഗികമായി അംഗീകരിക്കുന്നത്. ഇപ്പൊ ഈ പറയുന്ന ഔദ്യോഗികമായി ഹിന്ദി അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ ഭരണഘടനയിൽ ഒരു വകുപ്പ് തന്നെയുണ്ട്. എന്താണ്? ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദി ആണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ് എന്ന് പറയുന്നത് 343 സബ്സെക്ഷൻ 1 343 ഒന്നാമത്തെ സബ്സെക്ഷനിലാണ് ഭരണഘടന പറയുന്നു ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഹിന്ദിയാണ്. അപ്പം ഹിന്ദി എന്ന് പറയുന്ന ഔദ്യോഗിക ഭാഷയാണ്. ഈ പറയുന്ന ഹിന്ദി ഭാഷ നമ്മൾ എഴുതാൻ ഉപയോഗിക്കുന്ന ലിപി എന്ന് പറയുന്നത് ദേവനാഗരി ലിപിയാണ്. ദേവനാഗരി ലിപിയിലാണ് ഹിന്ദി എഴുതുന്നത്. ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ബീഹാറാണ്. ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ബീഹാറാണ്. അപ്പോൾ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഹിന്ദിയാണ്. 1949 സെപ്റ്റംബർ മാസം 14 അംഗീകരിച്ചു. ആ ദിവസം സെപ്റ്റംബർ 14 അറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യയിൽ എന്താണ്? ഹിന്ദി ദിവസ് എന്ന് പറയുന്ന ദിവസമായിട്ട് അതിനെ അറിയപ്പെടുന്നു. അതുപോലെ നമ്മൾ ദേവനാഗരി ലിപിയിലാണ് ഹിന്ദി എഴുതുന്നത്. പിന്നെന്താണ്? ഭരണഘടനാ വകുപ്പ് നമ്മൾ പഠിച്ചു. 343 സബ്സെക്ഷൻ 1 എന്ന് പറയുന്നതാണ് എന്ത്? ഹിന്ദി ഔദ്യോഗിക ഭാഷയായിട്ട് ഭരണഘടനയിൽ പ്രസ്താവിക്കുന്ന വകുപ്പ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഔദ്യോഗിക ഭാഷയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ദേശീയ ഗാനവും ദേശീയ ഗീതവും നോക്കി. അതിനുശേഷം നമ്മൾ പ്രധാനപ്പെട്ട ദേശീയ ചിഹ്നങ്ങൾ, അതിൽ നമ്മുടെ നാഷണൽ സിംബൽസ് എന്ന് പറയുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്.